ഹായ് ഓൾ അസ്സലാമലൈക്കും. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നലെ നമ്മളെ കാസർഗോട്ടെ പെരുന്നാലപ്പം ഉണ്ടല്ലോ പെരുന്നാലപ്പം നല്ല പയപ്പം വേണമെങ്കിൽ നമുക്ക് ചൂടാം. പക്ഷേ നമ്മൾ ചൂടുന്നില്ല, അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഫസ്റ്റ് നമ്മൾ 1 കിലോ ബെല്ലം കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നല്ല പോലെ ഉരുക്കിയെടുക്കാം. പിന്നെ അത് അരച്ചെടുത്തിട്ടേ പിന്നെ ഒരു തേങ്ങ ചെറുതെങ്കിൽ 2 തേങ്ങ ഇടാം. ആ 2 തേങ്ങ ചിരകിയെടുത്തിട്ട് നല്ല പോലെ വെള്ളം വറ്റും വരെ നല്ല പോലെ മിക്സ് ആക്കി എടുക്കാം. നല്ല പോലെ വെള്ളം പറ്റണം തേങ്ങാൻ്റെ, അല്ലെങ്കിൽ പിന്നെ അത് കുറേ നേരത്തേക്കല്ല അത് നശിച്ചു പോകും. അപ്പോൾ അതിന് ശേഷമല്ലേ നമ്മൾ 100 ഗ്രാം പൊരി, 1 കിലോത്തിന് 100 ഗ്രാം പൊരി അങ്ങനെയാണ് കണക്ക്. അത് ജസ്റ്റ് ക്രഷ് ആക്കി എടുത്തിട്ട് പിന്നെ തേങ്ങാൻ്റെയും വെള്ളത്തിൻ്റെ കൂട്ടുണ്ടല്ലോ ഞങ്ങൾ പണ്ടോന്ന് പറയും, അതിലേക്ക് ഇട്ടിട്ട് പിന്നെ മിക്സ് ആക്കി എടുക്കാം. പിന്നെ ചില ആൾക്കാർ നമ്മളെ ചോറ്റരി ഉണ്ടല്ലോ, ചോറ്റിൻ്റെ അരി വറുത്ത് പൊടിച്ചിട്ട് അത് ഇടാറുണ്ട്. അത് ഇട്ട് നല്ല ടേസ്റ്റ് തന്നെ, നല്ല പാങ്ങുണ്ടാകും. അതിന് ശേഷം പിന്നെ പണിയൊന്നുമില്ല, നമുക്ക് പിന്നെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടില്ലേ നല്ല പാങ്ങ പ്രസ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കണം. നല്ല പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കില്ലേ അത് എണ്ണയിലേക്ക് ഇടാണ്ടതല്ലേ, ഈ അരി അരച്ചയിലേക്ക് മുക്കിയിട്ട് അരിന്റെ പിട്ടിൽ മുക്കിയിട്ട് ഇടാണ്ട് എണ്ണയിലേക്ക്. അപ്പോൾ അതെല്ലാം പൊളിഞ്ഞിട്ട് പോകും. അതുകൊണ്ട് നല്ല ഉറപ്പായിട്ട് നല്ലിങ്ങനെ ഉറപ്പിച്ച് നല്ല ബോൾസ് ആക്കണം. പിന്നെ ഇത് എൻ്റെ അടുത്ത് ഹസ്ബൻഡിൻ്റെ ഉമ്മ ചൂടുന്നത് എന്തോ ഒരു ടേസ്റ്റാണ്. ഞാനിതുവരെ ആർക്ക് എത്തിയിട്ട അവരിലേക്ക് എത്തിയിട്ടേ ഇല്ല. ഉമ്മടെ എല്ലാവരും ചുടിപ്പിച്ചിട്ടെല്ലാം കൊണ്ടുപോയി. പിന്നെ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് എല്ലാവരും പിന്നെ പുരിയപ്പം ചുടുത്തരോ എല്ലാവർക്കും ഇട്ടിട്ട് ചുട്ടുകൊടുത്തു പോകണേ. പിന്നെ ഉമ്മ ഇപ്പം ഇല്ലപ്പം വെച്ചിന്. അതിന് ശേഷം എന്തുമില്ല ഇപ്പം നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ല. എന്നിട്ട് എല്ലാം ഉരുട്ടി എടുത്തിട്ടായിട്ട് പിന്നെ ഇന്ന് വേണമെങ്കിൽ പിന്നെ എണ്ണയിലിട്ട് എടുക്കാം, നാളെ വേണമെങ്കിൽ എണ്ണയിലിട്ട് എടുക്കാം, ഇങ്ങനെ വേണമെങ്കിൽ ആക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾ അരിൻ്റെ ഇല്ലേ ഒരു പുട്ടുണ്ടാക്കണം. 1 കപ്പ് അരിയിലേക്ക് 1 മുട്ട എന്ന രീതിയിലില്ലേ പിന്നെ ഞാൻ അരച്ചെടുക്കേണ്ടത്. കുറച്ച് നല്ല വെള്ളം പോലെ, നല്ലോണം വെള്ളമല്ല, പിന്നെ കുറച്ച് കട്ടി, അങ്ങനെ ആ രീതിയിൽ പിന്നെ അരച്ചെടുത്തിട്ട് ഓരോന്നേ മുക്കിയിട്ട് എണ്ണയിൽ പൊരിച്ചെടുത്തത് നല്ല ടേസ്റ്റ് പൊരിയപ്പോൾ റെഡിയാവും. പിന്നെ അപ്പോൾ ഇങ്ങനെ കേട്ടിട്ട് മനസ്സിലായാലല്ലേ ഉണ്ടാക്കി നോക്കണവേ. പിന്നെ എത്രയോ ആൾക്കാർ ഇങ്ങനത്തെ അപ്പം ഉണ്ടാക്കിയിട്ടില്ലേ, പിന്നെ കുറേ പൊരെല്ലാം ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്തിട്ടില്ല, എത്രയോ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ തിന്നാനൊക്കെ ഇങ്ങനെ അത്ര പങ്കൊന്നാണില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല. പിന്നെ കുറേ ആൾക്കാരുണ്ട് പെരുന്നാമ്പക്കെല്ലാം പൊരയിലൊക്കെ ദൂരെ തിരക്ക്, അങ്ങനത്തെ എത്രയോ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നവേ. അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.